ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മഹാസമുദ്രത്തിന് ഒരു രുചി, ഉപ്പിന്റെ രുചി ഉള്ളതുപോലെ ഈ പഠിപ്പിക്കലിനും ശിക്ഷണത്തിനും ഒരു രുചിയുണ്ട്, വിമോചനത്തിന്റെ രുചി. ബുദ്ധൻ. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ മൂന്നാറിലെ മരതക കുന്നുകളിൽ പ്രിയ എന്ന യുവതി താമസിച്ചിരുന്നു. ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയ്ക്കായി അവൾ ആഗ്രഹിച്ചു. ഗുരു ആനന്ദ് എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്ത അധ്യാപകനിൽ നിന്ന് പഠിക്കാൻ അവൾ ഒരു യാത്ര ആരംഭിച്ചു. പ്രിയ ഒരു അധ്യാപികയെ കണ്ടതുപോലെയല്ല ഗുരു ആനന്ദ്. അദ്ദേഹം പ്രസംഗിക്കുകയോ ചെയ്തില്ല. പകരം അദ്ദേഹം തന്റെ തേയിലത്തോട്ടത്തെ ശാന്തമായ ശ്രദ്ധയോടെ പരിചരിച്ചുകൊണ്ട് മാതൃകയായി നയിച്ചു. മുൻകാല അധ്യാപകരുടെ കൂടുതൽ ഘടനാപരമായ രീതികൾ ഉപയോഗിച്ചിരുന്ന പ്രിയയ്ക്ക് അസാധാരണമായ സമീപനം നിരാശാജനകമായി തോന്നി. ഒരു ദിവസം തന്റെ ആശയക്കുഴപ്പത്തിൽ കവിഞ്ഞ പ്രിയ ഗുരു ആനന്ദിനെ നേരിട്ടു. നിങ്ങളുടെ പഠിപ്പിക്കലുകൾ കാറ്റ് പോലെയാണ്, അവൾ പരാതി പറഞ്ഞു. എപ്പോഴും മാറുന്ന, ഒരിക്കലും വ്യക്തമല്ല. ഗുരു ആനന്ദ് മെല്ലെ പുഞ്ചിരിച്ച് അവളെ അടുത്തുള്ള ഒരു അരുവിയിലേക്ക് നയിച്ചു. വെള്ളം രുചിച്ചു നോക്കൂ, അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രിയ ഒരു കൈ നിറച്ച് ഒരു സിപ്പ് എടുത്തു. അത് തണുത്തതും ഉന്മേഷദായകവുമായിരുന്നു. ഗുരു ആനന്ദ് അവളെ ഒരു ചെറിയ നടത്തത്തിലേക്ക് നയിച്ചു. ഒരു താഴ്വരയ്ക്ക് അഭിമുഖമായുള്ള ഒരു ചായക്കടയിൽ നിർത്തി. അവൻ പ്രിയയ്ക്ക് പുതുതായി ഉണ്ടാക്കിയ ചായയുടെ ഒരു കപ്പ് വാഗ്ദാനം ചെയ്തു. അവൾ ജാഗ്രതയോടെ നുണഞ്ഞു. ഊഷ്മളവും ചെറുതായി കൈപ്പേറിയതുമായ രുചി അവളുടെ ഇന്ദ്രിയങ്ങളെ വലയം ചെയ്തു. ഒടുവിൽ അവർ ഉച്ചവെയിലിൽ തിളങ്ങുന്ന ഒരു ഉപ്പുതറയിലെത്തി. ഗുരു ആനന്ദ് ഒരു സ്ഫടികമെടുത്ത് പ്രിയയെ ഏൽപ്പിച്ചു. മടിയോടെ അവൾ അത് നക്കി. മൂർച്ചയുള്ള ഉപ്പുരസം അവളുടെ വായിൽ നിറഞ്ഞു. വെള്ളം, ചായ, ഉപ്പ് എന്നിവയുടെ രുചി എത്ര വ്യത്യസ്തമാണെന്ന് ശ്രദ്ധിക്കുക, ഗുരു ആനന്ദ് പറഞ്ഞു. എന്നിട്ടും അവയെല്ലാം ഒരേ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത്, ഈ പർവ്വതനിരയിലെ ജീവദായകമായ ജലം. തിരിച്ചറിവിൽ പ്രിയയുടെ കണ്ണുകൾ വിടർന്നു. സമുദ്രത്തിന് ഉപ്പിന്റെ രുചിയുള്ളതുപോലെ നിങ്ങളുടെ പഠിപ്പിക്കലുകൾ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായി തോന്നുമെങ്കിലും എല്ലാം ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു: വിമോചനം, പ്രചോദനവും അതുല്യതയും. ഒന്നിലധികം വഴികൾ, ഒരു ലക്ഷ്യം. പർവ്വതങ്ങളിൽ നിന്നുള്ള വെള്ളം പ്രയോജനപ്പെടുത്താൻ നിരവധി മാർഗങ്ങളുള്ളതുപോലെ വിമോചനത്തിന് നിരവധി പാതകളുണ്ടെന്ന് കഥ ഊന്നിപ്പറയുന്നു. വൈവിധ്യങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളുമായി പ്രതിധ്വനിക്കുന്ന സമീപനം കണ്ടെത്തുകയും ചെയ്യുക. സത്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വിശദാംശങ്ങളിലോ രീതികളിലോ കുടുങ്ങിപ്പോകരുത്. എല്ലാ പഠിപ്പിക്കലുകളും പങ്കിടുന്ന അടിസ്ഥാന സത്യമായ കാതലായ സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിശദീകരണത്തേക്കാൾ അനുഭവം. സൈദ്ധാന്തിക വിശദീകരണങ്ങളെക്കാൾ അനുഭവത്തിന്റെ ശക്തിയെ കഥ ഉയർത്തിക്കാട്ടുന്നു. പ്രിയ ജലത്തിന്റെ വിവിധ രൂപങ്ങൾ ആസ്വദിച്ചതുപോലെ പരിശീലനത്തിലൂടെയും സ്വയം കണ്ടെത്തലിലൂടെയും പഠിപ്പിക്കലുകളിൽ ഏർപ്പെടുക. ഇന്ത്യയിലെ മൂന്നാറിലെ അതിമനോഹരമായ ഭൂപ്രകൃതിയിൽ ഒരുക്കിയ ഈ കഥ വിമോചനത്തിലേക്കുള്ള വൈവിധ്യമാർന്ന പാതകളെക്കുറിച്ചുള്ള സവിശേഷമായ ഒരു കാഴ്ചപ്പാട് പ്രദാനം ചെയ്യുന്നു. നിരാശയിൽ നിന്ന് മനസ്സിലാക്കുന്നതിലേക്കുള്ള പ്രിയയുടെ യാത്ര വ്യത്യസ്തമായ പഠിപ്പിക്കലുകളുടെ സമൃദ്ധി ഉൾക്കൊള്ളാനും നിങ്ങളുടെ സ്വന്തം വിമോചനത്തിന്റെ രുചിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന സമീപനം കണ്ടെത്താനുമുള്ള ശക്തമായ പ്രചോദനമാണ്. പഠിക്കാനുള്ള തുറന്ന മനസ്സ്. പ്രിയയുടെ ആദ്യ നിരാശ ഉടലെടുത്തത് അടഞ്ഞ മനസ്സിൽ നിന്നാണ്. ഈ കഥ ലോകത്തെ പഠിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള പുതിയ വഴികൾ തുറന്നു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. യാത്രയെ സ്വീകരിക്കുക. വിമോചനത്തിലേക്കുള്ള പാത ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. വെള്ളത്തിലൂടെയും ചായയിലൂടെയും ഉപ്പിലൂടെയും പ്രിയ പഠിപ്പിച്ചതിന്റെ സാരാംശം കണ്ടെത്തിയതുപോലെ വഴിയിലെ വൈവിധ്യമാർന്ന അനുഭവങ്ങളും പാഠങ്ങളും ആസ്വദിക്കൂ. നിങ്ങളുടെ സ്വന്തം വഴികാട്ടിയാകുക. ഗുരു ആനന്ദ് ഒരു പ്രത്യേക രീതി പ്രിയയെ നിർബന്ധിക്കുന്നതായി കഥ കാണിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം ധാരണയും വിമോചനത്തിലേക്കുള്ള വ്യക്തിഗത പാതയും കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം ഇത് കാണിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് പരീക്ഷിക്കാനും കണ്ടെത്താനും ഭയപ്പെടരുത്. ഓരോ ചുവടുകൾക്കും നന്ദി. ഓരോ രൂപത്തിലും വെള്ളം വ്യത്യസ്തമായ രുചിയുള്ളതുപോലെ പോസിറ്റീവും വെല്ലുവിളി നിറഞ്ഞതുമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. അവയെല്ലാം നിങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വിമോചനത്തിലേക്കുള്ള യാത്രയ്ക്കും സംഭാവന ചെയ്യുന്നു. ആന്തരിക സമാധാനമാണ് ലക്ഷ്യം. ഉദ്ധരണിയിലെ ഉപ്പിന്റെ രുചി വിമോചനത്തെ പ്രതിനിധീകരിക്കുന്നു. ആന്തരിക സമാധാനത്തിന്റെയും കഷ്ടപ്പാടുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെയും അവസ്ഥ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാത പരിഗണിക്കാതെ തന്നെ ഈ ആത്യന്തിക ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കാൻ ഈ കഥ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.